എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വനിതാ ബിൽ നാരി ശക്തി വന്ദൻ അഭിയാൻ ആ ബില്ലിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിലേക്കായി നമ്മോടൊപ്പം ഉള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശ്രീരേഖ മാമാണ്. മാമിനെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിലേക്കായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ വളരെ കുറവാണ്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% റിസർവേഷൻ ഉണ്ടെങ്കിൽ പോലും, സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും, ലോക്സഭയിലും നിയമസഭയിലും കൂടെ ചേർത്ത് 15-ന് താഴെയുള്ളൂ. 14.6 അങ്ങനെയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് മാറണം. കാരണം ഭാരതത്തിൻ്റെ രാഷ്ട്ര നിർമ്മാണത്തിന് സ്ത്രീകളുടെ പങ്ക് വളരെയധികം പ്രധാനമാണ് എന്ന് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം 2014 മുതൽ പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിമാർക്ക് അർഹമായ പരിഗണന എല്ലാ രംഗത്തും കിട്ടണം. അതിലേറ്റവും കൂടുതൽ രാഷ്ട്ര നിർമ്മാണത്തിൽ, നിയമനിർമ്മാണത്തിൽ നല്ലൊരു പങ്ക് വേണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ഒരു നിയമ ഭേദഗതി ഭരണഘടനയിൽ കൊണ്ടുവരണം എന്ന ആവശ്യവുമായിട്ട് വന്നത്. അതിപ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ബില്ല്, അതിൻ്റെ രൂപം, അതിൻ്റെ ഏകദേശം ശരിയായി. അതിന് 16-ാം തീയതി അത് അവതരിപ്പിക്കുകയാണ് പാർലമെൻറ്റിൽ. അതിനു മുമ്പായിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ, ജനങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇതിനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പശ്ചാത്തലം പറയുകയാണെങ്കിൽ, നമ്മുടെ ഭാരത ഭരണഘടനയിൽ സ്ത്രീകൾക്ക് തത്തുല്യ സ്ഥാനം എല്ലാ മേഖലയിലും പുരുഷന്മാരോടൊപ്പം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പ്രത്യേക നിയമം ഇല്ലാത്തത് കൊണ്ട് ലോക്കൽ ഗവൺമെൻറ്റിനും, അതായത് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലുമുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ നിയമസഭയിലോ ലോക്സഭയിലോ ഒന്നും സ്ത്രീകൾക്ക് അതിൻ്റേതായിട്ടുള്ള പങ്കുണ്ടായിരുന്നില്ല. രാഷ്ട്രീയ രംഗം നോക്കിക്കഴിഞ്ഞാൽ പോലും സ്ത്രീകൾക്ക് ഒരു ടിക്കറ്റ് കിട്ടുന്നതും ഇലക്ഷന് നിൽക്കുന്നതുമൊക്കെ വളരെ അപൂർവമായിട്ടുണ്ടായിരുന്നു പണ്ട്. അതിനുശേഷമുള്ള 73-ഉം 74-ഉം നിയമസഭാ ഭേദഗതികൾ വന്നതിന് ശേഷമാണ് 33% സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ വേണം എന്നുള്ളൊരു നിയമം വരികയും അതനുസരിച്ച് 1995-ലെ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ വന്നപ്പോൾ 33.5% സ്ത്രീകളെ വെച്ചുകൊണ്ടാണ് അന്നത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടത്തിയത്. അതിന് പിന്നീട് 50% വരെ ആക്കാമെന്നുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് ഉത്തരവ് വന്നത് പിന്നെ പല സംസ്ഥാനങ്ങളും 50% ആക്കുകയും അങ്ങനെ 2009-ൽ കേരളത്തിലും 50% റിസർവേഷൻ വെച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ഷന് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? വളരെ നല്ല രീതിയിലാണ് തദ്ദേശ ഭരണം നടക്കുന്നത്. ഒരു റൊട്ടേഷൻ അനുസരിച്ച് എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മാറി മാറി ചില സീറ്റുകൾ സ്ത്രീ സംവരണ സീറ്റായിട്ട് നിശ്ചയിച്ചുകൊണ്ടും മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും ഡെപ്യൂട്ടി പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ സ്ഥാനങ്ങൾ വനിതകൾക്ക് നൽകിക്കൊണ്ടുമൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതായിട്ട് കാണാം. സ്ത്രീകളുടെ ഉന്നമനം വളരെ നല്ല രീതിയിൽ, അവരുടെ ശബ്ദം ഇതുപോലെ നിയമനിർമ്മാണ മേഖലയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ളൊരു മാറ്റം ലോക്സഭയിലും രാജ്യസഭയിലും അതുപോലെ നിയമസഭയിലും കൂടെ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ബില്ല് 128-ാം നിയമ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് അവതരിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 106-ാം അമെൻമെൻ്റായിട്ട് മാറും. നമ്മുടെ നിയമമായിക്കഴിഞ്ഞാൽ ഭാരത ഭരണഘടനയുടെ 106-ാം ഭരണ ഭേദഗതിയായിട്ട് മാറും. 33% സ്ത്രീ സംവരണം നിയമസഭകളിലും ലോക്സഭകളിലും ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം വരും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ 2029-ൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇത് പ്രതിഫലിച്ച് കാണുകയും 2029-ന് ശേഷം സ്ത്രീകളുടെ പ്രാതിനിധ്യം ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ കൂടുതലായിട്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഗുണകരമായിട്ട് ഭവിക്കും. അപ്പോൾ ഇതിനൊരു സർവകക്ഷി പിന്തുണ വേണം. എല്ലാ പാർട്ടികളും അവരുടെ പിന്തുണ ഇതിന് കാലാകാലങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. കാരണം വനിതകൾക്കുള്ള ഒരു ആദരവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്കുള്ള പരിഗണന എന്ന് പറയുന്നത് ആർക്കും അവഗണിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്ത്രീകളെ എവിടെ മാനിക്കുന്നു അവിടെ മാത്രമേ സമൂഹം ആദരിക്കപ്പെടുന്നുള്ളൂ. നമ്മുടെ
സമൂഹം മെച്ചപ്പെടുന്നുള്ളൂ എന്നുള്ള ഒരു തത്വത്തിൻ്റെ അധിഷ്ഠിതമായിട്ട് എല്ലാ പാർട്ടികളും, എല്ലാ വിവിധ കക്ഷി രാഷ്ട്രീയങ്ങളും എല്ലാം ഒരുപോലെ അംഗീകരിച്ച കാര്യമാണ് 33.5%, പിന്നീട് 50% സ്ത്രീ സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ. അപ്പോൾ അത് കേന്ദ്രത്തിലും കൂടെ വരുന്നതിൽ 33% ആ ഒരു നിയമം പാസ്സാക്കുന്നതിന് എല്ലാ പാർട്ടികളുടെയും, രാഷ്ട്രീയ പാർട്ടികളുടെയും, എല്ലാ സമുദായത്തിൻ്റെയും, എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ചോദിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഓൺലൈനായിട്ട് എല്ലാവരെയും കണ്ട് ഇതിനെക്കുറിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതോടൊപ്പം അദ്ദേഹം പറയും എന്തൊക്കെ വിവിധ പദ്ധതികളാണ് സ്ത്രീകൾക്ക് വേണ്ടിയും പെൺകുട്ടികൾക്ക് വേണ്ടിയും ഒക്കെ ഭാരതത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് വളരെയധികം കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയ്ക്കായിട്ട്, അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ സ്ത്രീകൾക്ക് ആദരപൂർവ്വം അവർക്ക് ജീവിക്കാൻ, അവർക്ക് ബഹുമാനപൂർവ്വം, അവർക്ക് അഭിമാനത്തോടു കൂടി സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ, അവരുടെ വികസനം എന്നിവയെല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നിരവധി പദ്ധതികൾ നരേന്ദ്രമോദിജി ഇതിനോടകം, സർക്കാരും ഒക്കെ ഇതിനോടകം തന്നെ നിയമമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇതൊരു വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ, ഭാരതത്തിൽ സംഭവിക്കും. മറ്റ് പല വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് ഭാരതത്തിൽ ഇത് 14% എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് അതൊരു 33% ആക്കിക്കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നമുക്കും ഇടം പിടിക്കാൻ സാധിക്കും. കാരണം വികസിത രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, UK, സ്വീഡൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഏകദേശം 45-46% സ്ത്രീകൾ സഭകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് 15 വർഷത്തേക്ക് ഇങ്ങനെ ഒരു ബില്ല് നിയമത്തിൽ കൊണ്ടുവന്ന് ആ 15 വർഷത്തിന് ശേഷം പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇല്ലാതാവും. അപ്പോൾ അങ്ങനെയാണല്ലോ ഒരു സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഒരു സംവരണം കിട്ടും, അതിനുശേഷം അത് നിലവിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തുറന്നായിട്ട് എല്ലാവർക്കും ഒരുപോലെ ആക്കി മാറ്റും. അപ്പോൾ സംവരണത്തിൻ്റെ ആവശ്യം തന്നെ സ്ത്രീകൾക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങളോട് പറയാനും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാനുമായിട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം ഇവിടെ കൂടിയിരിക്കുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, മഹിളാ മോർച്ചയുടെ ഭാഗത്തു നിന്നും ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏപ്രിൽ 11 മുതൽ 16 വരെ നാരീശക്തി സമ്മേളനങ്ങൾ കേരളത്തിൽ നടക്കുന്നു. ഭാരതത്തിൽ മുഴുവൻ നാരീശക്തി സമ്മേളനങ്ങൾ നടക്കുകയും അതോടൊപ്പം അതിൻ്റെ ഭാഗമായി കേരളത്തിലും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നാരീശക്തി സമ്മേളനങ്ങൾ നടത്തുകയും ഏപ്രിൽ 15-നും 16-നും നാരീശക്തി പദയാത്രകൾ, ബൈക്ക് റാലികൾ, ഏരിയ, മണ്ഡലം, ജില്ലാ, സംസ്ഥാന അടിസ്ഥാനത്തിൽ മഹിളാ മോർച്ചയുടെ ഭാഗത്തു നിന്നും പരിപാടികൾ നടത്തുന്നുമുണ്ട് ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ ബില്ലിൻ്റെ സപ്പോർട്ട് ചെയ്യണമെന്ന് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ നിങ്ങളെല്ലാവരോടും ഒരു റിക്വസ്റ്റ് കൂടി ഇതിൽ വഴി നടത്തുന്നുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ? ഇല്ല, അവിടെയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രത്യേക കാലാവധിക്ക് വരെയാണ് എല്ലായിടത്തും റിസർവേഷൻ കൊടുക്കുന്ന, ഒരു പ്രത്യേക കാലാവധി നിശ്ചയിച്ചുകൊണ്ടാണ്. കാരണം അത് പെർമനൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ ജെൻഡർ ഇക്വാളിറ്റിയിൽ അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബാധിക്കാതെ ഇക്വാളിറ്റി, ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ള, അതായത് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് മാനിച്ചുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഇല്ലാതിരുന്ന സമത്വം ഒരു നിയമപ്രകാരം കൊണ്ടുവരേണ്ട ആവശ്യകതയുള്ളത് കൊണ്ടാണ് ഒരു നിയമം ഇത്ര സമയത്തേക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അത് അങ്ങനെയാണ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതിനകത്തും ഒരു കാലാവധി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2047 ആകുമ്പോൾ ഭാരതം വികസിത ഭാരതമാകും. സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തന്നെ ഒരു സമാനമായിട്ടുള്ള സമത്വം വരുന്ന ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അവരും മുന്നിലേക്ക് വരുന്ന രാഷ്ട്ര പുനർനിർമ്മാണത്തിന് അവരെയും ഒരു ഈക്വൽ ഭാഗമാകാൻ 2047 ആകുമ്പോൾ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അതും ഒരു കാരണമാണ്.
നിലവിൽ ഇപ്പം കേരളത്തിലെ ഇലക്ഷൻ നോക്കി കഴിഞ്ഞാൽ 10 സീറ്റ് പോലും പല രാഷ്ട്രീയ പാർട്ടികളും കിട്ടുന്നു. BJP സീറ്റും ആവട്ടെ. ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതിലേക്ക് മാറ്റം ഉണ്ടാവുക. ഈ ഇപ്പോൾ ചോദ്യം വെച്ചിട്ടാണെങ്കിൽ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ LDF ഈ 140 സീറ്റുകളിൽ 15 സീറ്റുകളാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. UDF 140-ൽ 12 കൊടുത്തപ്പോൾ NDA 140-ൽ 19 സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ട് സ്ത്രീകളെ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർ ഒരു ഗുണഭോക്താവ് ആകുക മാത്രമല്ല, അവരെ ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി ഈ നിയമ ഇതിൽ കൂടി ഭാഗമാകാൻ NDAയ്ക്കൊരു പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്നതിന് ശേഷം സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെല്ലാം ഇല്ലേ, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ ഒരു ഭർത്താവ് നിന്നെടുത്ത് ഭാര്യയെ നിർത്തി മത്സരിപ്പിക്കുന്ന ഒരു ചരിത്രം നമുക്ക് NDAയിൽ അതില്ല കാര്യമായിട്ട്. മറ്റു പാർട്ടികളിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. NDAയിൽ നിങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ കാണാൻ സാധിക്കില്ല. അതിനുള്ളൊരു മാറ്റം വരുത്തുവാൻ തന്നെയാണ് ഈ ബില്ല്. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ബില്ല്. എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും മുന്നിലേക്ക് വരാനും, മാം നേരത്തെ പറഞ്ഞു, നമ്മൾ മറ്റു കാര്യങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ അതിനകത്തും സ്ത്രീകളുടെ സപ്പോർട്ട് കൂടുതൽ വരിക, സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ സ്ത്രീകളുടെ പങ്ക് കൂടുതലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അത് പിന്നീട് തീരുമാനിക്കാം. ഇപ്പോൾ തൽക്കാലം ഈ ഒരു പ്രധാനപ്പെട്ട ബില്ല് അത് പാസ്സാക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം. ഈ ഒരു ഇത്രയും നാളായില്ലേ, ഇത്രയും വർഷങ്ങളായില്ലേ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, ഇത്ര നാളായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറയുന്നു. എന്നിട്ട് ഇപ്പം ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ബില്ല് വരുമ്പം അതിന് വാദമുഖങ്ങൾ പറയാതെ എല്ലാവരും കൂടെ ചേർന്ന് അംഗീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കും. അതിൽ നല്ല ഒരു വനിത ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വനിത ആവുമല്ലോ, പാർട്ടി തീരുമാനിക്കുന്നത് പോലെയല്ലേ. അതിന് നമുക്കൊരു റിസർവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കാൻ പറ്റില്ല. ഇപ്പം വേണ്ടത് സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ്. ഇവിടെയൊക്കെ സ്ത്രീകളുടെ വേണ്ട അർഹതപ്പെട്ട പ്രാതിനിധ്യം നമുക്ക് നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ വേണം. അതാണ് ആദ്യത്തെ ചുവട് എന്ന് പറയുന്നത്. 1996-ലാണ് ശരിക്കും ഈ വനിതാ സംവരണ ബില്ല് ആദ്യമായി പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത്. അവിടെ ശക്തമായ പ്രതിപക്ഷ എതിർപ്പ് വന്നതിന് ശേഷം അത് കൃത്യമാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. എങ്കിൽ പിന്നെ 98-ലും 99-ലും 2003-ലും അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്ത് ഇത് കൊണ്ടുവന്നപ്പോഴും അപ്പോഴും പ്രതിപക്ഷ എതിർപ്പ് കൊണ്ടാണ് ഇത് നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നത്. പിന്നെ ഈ 2000 ഈ സമയം വരെ നമ്മൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. നമുക്കത് നടപ്പിലാക്കാൻ പറ്റി എന്നുള്ളത്, നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പോസിറ്റീവ് പോയിൻ്റായിട്ട് നിങ്ങളെല്ലാവരും എടുക്കേണ്ടത്. അതെ, ഇത്രയും നാളായിട്ട് അത് ഇതുവരെ പല കാരണങ്ങൾ കൊണ്ട് സമ്മതിച്ചിട്ടില്ല സ്ത്രീകൾ ഉയർന്നു വരാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള സമയമായി എന്ന് കരുതിയെങ്കിലും എല്ലാവരും ചേർന്നിത് അംഗീകരിച്ച ഒരു നിയമമാക്കി പാസ്സാക്കി കൊണ്ടുവന്നാൽ ഭാരതത്തിനത് വളരെ നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായമുണ്ട്. പൊതുവെ സ്ത്രീകൾക്കും നമ്മുടെ സമൂഹത്തിനും പൊതുവെ ഒരു നല്ല ഉയർച്ച എല്ലാ തലത്തിലും ഉണ്ടാവും. അപ്പോൾ വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അതെന്താണ് അങ്ങനെ? ഒരു കാര്യത്തിന് ഈ മോന് മാത്രമേ ചോദ്യങ്ങളുള്ളൂ. വട്ടിയൂർക്കാവിൽ നല്ല പ്രതീക്ഷയാണ്. 100% ജയം. വികസിത ഭാരതം, വികസിത കേരളം, വികസിത വട്ടിയൂർക്കാവാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് നമ്മളൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് വന്ന ഒരു പത്രസമ്മേളനമാണ്. എന്നാലും താങ്കളോട് ഞാൻ പറയാം, താങ്കൾ കുറച്ച് നാളുകളായിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ഒരാളായിരിക്കുമല്ലോ. എല്ലാ തിരഞ്ഞെടുപ്പിൻ്റെ അവസാനം ഇവർ പറയുന്ന സ്ഥിരം വാചകങ്ങൾ ഒന്നായിട്ട് മാത്രം കരുതി ഞങ്ങളിതെല്ലാം ഇഗ്നോർ ചെയ്യണം. അത് ജനമാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ LDFൻ്റെ സ്ഥാനാർത്ഥിയോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോ അല്ല തീരുമാനിക്കുന്നത്. വോട്ട് ചെയ്ത ജനം തീരുമാനിക്കും. അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിനുവേണ്ടി നമുക്ക് May 4 വരെ കാത്തിരിക്കാം, നോക്കാം. ഇപ്പോൾ വേറൊന്നും ഇല്ലല്ലോ അല്ലേ? വളരെ നന്ദി. എല്ലാവരുടെയും പിന്തുണ ഒന്നും കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്ലീസ്
എല്ലാവരും കൂടെ ചേർന്ന് ഇതൊരു വലിയ നിയമമാക്കി പാസ്സാക്കി നമുക്ക് ഭാരതത്തിൻ്റെ സമഗ്രമായ വികസനത്തിന്, സമ്പൂർണ്ണ വികസനത്തിന് ഒരു തുടക്കം കുറിക്കാം. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. നമസ്കാരം.